Two smooth circular cylinders, each of weight 50 Newton and radius 20 centimeters, are connected at their centers by a string AB of length 40 centimeter and rest upon a horizontal plane as shown in the figure. The cylinder above them has a weight of 100 Newton and radius of 20 centimeter. Find the force in the string AB and the pressure produced in the floor at the point of contact D and E. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിലിണ്ടർ, പിന്നെ താഴെ രണ്ട് സിലിണ്ടർ, ഇത് തമ്മിൽ എ ബി ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ സി. ഇത്രയാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അപ്പൊ അവിടെ ഒരു റിയാക്ഷൻ ആർ ഡി, ഇവിടെ എന്തുണ്ടാവും, ഒരു റിയാക്ഷൻ ആർ ഇ ഉണ്ടാകും. പിന്നെ നമുക്ക് ഇവിടെ റിയാക്ഷൻസ് ഉണ്ടാവില്ലേ, അതായത് സിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റിയാക്ഷൻ, ദാറ്റ് ഈസ് R1 ആണ്. അതേ സെയിം റിയാക്ഷൻ എയിൽ നിന്ന് സിക്കും ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ടാവില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റിയാക്ഷൻ R2 ഉണ്ടാവും, ബിയിൽ നിന്ന് മുകളിലേക്കോ സിക്ക് എന്തുണ്ട്, R2 എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ, സെയിം റിയാക്ഷൻസ് ഉണ്ടാവില്ലേ. ഓക്കെ, ഇനി ഇതിന്റെ എ ബിയുടെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്, 40 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എ സി എന്തായിരിക്കും, ഇവിടം വരെ റേഡിയസ് 20, ഇതും റേഡിയസ് 20, 40 അല്ലേ. ഇവിടെയും 20 ആണ്, ഇവിടെയും 20 ആണ്, അപ്പൊ ഇതും എന്താണ്, 40 ആണ്. ഈ ട്രയാങ്കിൾ നോക്കി നോക്ക്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ആംഗിൾ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ, എല്ലാ ആംഗിളും എന്താണ്, 60 ഡിഗ്രി ആണ്. അതായത് ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60 ആണ് വരും. ഓക്കെ, അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഇനി നമുക്ക് ആദ്യം സിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സി ആണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഓക്കെ, നമ്മൾ സീനെ മാത്രം എടുത്തു. സി നിങ്ങൾക്ക് അറിയാം ഇതിന്റെ വെയിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില്, 100 ന്യൂട്ടൺ വെയിറ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് R2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ്, സോറി റിയാക്ഷനും, ഇവിടെ നിന്ന് R1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷനും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. വേറെ ഒന്നുമില്ലല്ലോ, ഈ മൂന്ന് ഫോഴ്സസ് മാത്രമാണ് ഇതിൽ വരുന്നതുള്ളൂ. നമുക്കിതിനെ ലാമീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വരയ്ക്കാം. ഇത് പുറത്തേക്കായ രീതിയിലാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുക. ഇവിടെ R1, ഇത് R2, അല്ലാതെ പുറമേക്കല്ലേ പോകുന്ന ഫോഴ്സ്, ഇത് താഴത്തേക്ക് 100 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഈ ആംഗിൾ എത്രയാ, ആംഗിൾ എത്രയായിരിക്കും, ഇവിടെ ടോട്ടൽ ഇത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അല്ലേ. ടോട്ടൽ 60 ഡിഗ്രി ആണ് നമുക്ക് ഇവിടത്തെ ആംഗിൾ വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, R1ന്റെ R2ന്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ ഈ 60 ഡിഗ്രി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് വരുന്നത് ആംഗിൾ, 60 ഡിഗ്രി. ഇത് കണ്ടുപിടിച്ചാ പോരെ. ഓക്കെ, ഇവിടെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, കാരണം ടോട്ടൽ 60 അല്ലേ. അതിന്റെ നേരെ പകുതി കൂടി ആയിരിക്കില്ലേ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമുക്ക് എത്രയാണ് വന്നത്, 60 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ലാമീസ് തിയറം വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ R2 ബൈ ഏത് R1ഉം 100 ന്യൂട്ടണും തമ്മിലുള്ള ആംഗിൾ ആണ് നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് 60 ഡിഗ്രി ആണ്. നമുക്ക് ഇവിടെ എന്തുണ്ട്, ടോട്ടൽ 180 ആണ്. നിങ്ങൾക്ക് അറിയാം ഈ 100ന്റെ നേരെ ഇത് വരികയാണെങ്കിൽ ഇത് എന്താവും, പകുതിയാവും അല്ലെ. ഇത് 30, ഇത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും, ഇത് 90 അല്ലേ. 90യിൽ ഇത് 30 ആണെങ്കിൽ ഇത് എന്താണ്, 60 ഡിഗ്രി ആണ്. ഇതെന്താണ്, 60 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്കിത് 60, ഇത് 60, ഇത് 60 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 100ന്റെയും R1ന്റെയും ഇടയിലുള്ള ആംഗിൾ എന്താ, ഇവിടെ 60 ഉണ്ട്, ഇത് 90 ഉണ്ട്, അതായത് 150 അല്ലെ. അപ്പൊ സൈൻ 150 which is equal to R1 divided by R1 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 100ന്റെയും R2ന്റെയും ഇടയിൽ സെയിം ആംഗിൾ അല്ലേ വരുന്നത്. അപ്പൊ സൈൻ 150 that is equal to 100 by
R2ന്റെ R1ന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 60. അതായത് sin 60 എന്ന് വരും. ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? R1 ഒക്കെ കണ്ടുപിടിച്ചൂടെ? അതായത് ഈ രണ്ട് ഇക്വേഷൻ എടുത്താൽ മതി. അതിൽ നിന്ന് എനിക്ക് എന്തെന്ന് എഴുതാം? R1 is equal to 100 by sin 60 into sin 150 എന്ന് എഴുതി കൂടെ. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് തന്നെയാണ് R2ന്റെ വാല്യൂ അല്ലെ? സെയിം ഇക്വേഷൻ അല്ലേ? sin 50 അപ്പുറത്തേക്ക് കൊണ്ടുപോയ സെയിം അല്ലേ? R2 is equal to R1 is equal to എന്തെന്ന് കിട്ടും? 57.735 ന്യൂട്ടൺ എന്ന് എടുക്കാം. ഓക്കെ, R1 R2 നമുക്ക് കിട്ടി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സി വെച്ചിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ഓൾറെഡി 4 കേസസ് നമുക്ക് ചെയ്യാം. ലാമീസ് ചെയ്യാൻ എളുപ്പമല്ല, കുറച്ചും കൂടി 3 ഫോഴ്സസ് ഉള്ളതാണ് ശരിക്കും നമ്മൾ ലാമീസ് ചെയ്യാം. 4 ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ 3 ആക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ലാമീസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ബി ഡി എങ്ങാനും ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കാണ്. ഫ്രീ ബോഡി ഓഫ് ബി ചെയ്യാം. ഓക്കെ, ബി ചെയ്യുമ്പോ നമുക്ക് വരുന്നത് ഒന്ന് അതിന്റെ വെയിറ്റ് 50 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? RE എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. ഇത് എയുമായി കണക്ട് ചെയ്തിട്ട് ഒരു ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ സിയിൽ നിന്ന് വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് R2 എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ആംഗിൾ അത് 60 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുള്ളതല്ലേ, ആംഗിൾ 60 ആണ് വരിക അവിടെ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പോവാണ് ഞാൻ. ഓക്കെ, ഇത് ടി, ഇവിടെ നമുക്ക് 50 ന്യൂട്ടൺ താഴത്തേക്കുണ്ട്. അപ്പൊ എനിക്ക് മുകളിലേക്ക് RE വരച്ചൂടെ? ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോണ രീതിയിലാണെങ്കിൽ നമുക്ക് ലാമീസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. R2 ഉള്ളിലേക്ക് വരുന്ന പോലെയല്ലേ? അപ്പൊ അത് ഞാൻ പുറത്തേക്ക് ആക്കിയിട്ട് വരയ്ക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ദിസ് വൺ ഈസ് R2. ഇനി നമുക്ക് ഇവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ട് ആണ് R2ന്റെ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും എന്ത് ഉണ്ടാവുക? 60 ഡിഗ്രി വരിക അല്ലെ? ഇവിടെയല്ലേ നിങ്ങൾക്ക് ആംഗിൾ സെയിം വരും. 60 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴും നമുക്ക് എന്തുണ്ട്? ഇവിടെ 4 ഫോഴ്സസ് ഉണ്ട്. R2ന്റെ, Tന്റെ, 50ന്റെ, REന്റെ. നമുക്ക് 3 ഫോഴ്സസ് ആണെങ്കിൽ ലാമീസ് ചെയ്യാൻ പറ്റും. എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, നോക്കൂ. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് REയും 50. ഓക്കെ, RE മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും 50 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ RE മൈനസ് 50 എന്ന് ഒറ്റ ഫോഴ്സ് ആക്കിയിട്ട് എഴുതിക്കൂടെ? ഇത് T അല്ലേ? ഇനി ഇവിടെ എന്തുണ്ട്? R2 ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ 3 ഫോഴ്സ് അല്ലേ ഉള്ളൂ. ഇനി ലാമീസ് അപ്ലൈ ചെയ്തൂടെ? T ബൈ സൈൻ ഓഫ് T കഴിഞ്ഞ് കഴിഞ്ഞാൽ REയും R2യും തമ്മിലുള്ള ആംഗിൾ നോക്കുക. അപ്പൊ ഇതുവരെ 90 ആണ്. പിന്നെ ഈ 16 എന്തെന്ന് കിട്ടും? സൈൻ 150 അല്ലെ? T ബൈ സൈൻ 150 ഈക്വൽ ടു എന്തെന്ന് വരും? ഇനി നമുക്ക് ഏതാ വേണ്ടി വരാം? ഉണ്ട്, നമുക്ക് R2 ബൈ എന്ത് ചെയ്യണം? Tയും REയും തമ്മിലുള്ളത് 90 അല്ലേ? R2 ബൈ സൈൻ 90 is equal to എന്തെന്ന് വരും? RE മൈനസ് 50 ഡിവൈഡഡ് ബൈ Tയും R2യും തമ്മിലുള്ള ആംഗിൾ അത് എത്രയാ? ഇത് ടോട്ടല് ഇങ്ങനെ 180 ആണ്. 180 ന്ന് 60 കുറച്ച ഇവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി അല്ലേ ഈ ഒരു പോർഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തെന്നാവും? സൈൻ 120. R2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതല്ലേ? എനിക്ക് T എങ്ങനെ കണ്ടുപിടിക്കാൻ? T is equal to എന്തെന്നാണ്? R2 ബൈ സൈൻ 90 ഇൻറ്റു സൈൻ 150 എന്ന് ചെയ്താൽ മതി. അതുപോലെ RE മൈനസ് 50 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൈൻ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? R2 ബൈ സൈൻ 90ന് R2 ബൈ സൈൻ 90 ഇൻറ്റു സൈൻ 120. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2ന്റെ വാല്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 57.735 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് T ഈസ് ഈക്വൽ ടു 28.86 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണത്
ഇത് കിട്ടുന്നത് 49.99 ആണ്. ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, 50 ആക്കിയിട്ട് എടുക്കണേ, ഞാൻ 50 ന്യൂട്ടൺ എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആർ എന്തെന്ന് എഴുതാം, ആർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 50 + 50 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 100 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, ആർ കഴിഞ്ഞു, അതുപോലെ തന്നെ എന്തെന്ന് കിട്ടി, ടിയുടെ വാല്യൂം കിട്ടി. ഇനി എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലാമിസ് തിയറം ഓൺ സിലിണ്ടർ എ ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ ആണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഓക്കെ, നമുക്ക് എ എന്ന് പറഞ്ഞൊരു സിലിണ്ടർ, ഇതിന്ന് ബിക്ക് ഒരു ടെൻഷൻ പോണ്ടത് ടി, അതിന്റെ വെയിറ്റ് 50 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, ഇനി ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സിയിൽ നിന്ന് ഒരു റിയാക്ഷൻ വരുന്നുണ്ട് R1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിന്റെ ആംഗിൾ എന്താണ്, 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇത്രയും 4 ഫോഴ്സസ് ഇതിനും ഉണ്ട്. ഇതിനെന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് മുകളിലേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ആർ ഡി ആക്ട് ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് ഒരു 50 ന്യൂട്ടനും റൈറ്റ് സൈഡിലേക്ക് ടിയും ഉണ്ട്. R1 നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെയല്ലേ ഇനി ആ ആംഗിൾ 60 ഡിഗ്രി ഉണ്ടാവും. പിന്നെ ഇത് R1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എന്താണ്, ആദ്യം 50 എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിനൊരു സിംഗിൾ ഫോഴ്സ് ആക്കിയിട്ട് ഞാൻ മാറ്റുകയാണ് ചെയ്യണത്. അപ്പൊ ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം, RD - 50 ആക്കിയിട്ട് എഴുതാം. ഇവിടെ T എന്ന് വരും, ഇത് R1, ഇവിടുത്തെ ആംഗിള് 60 ഡിഗ്രി. ഓക്കെ, ഇതിന്റെ എനിക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്തെന്ന് വരും, RD - 50 ഡിവൈഡഡ് ബൈ ടിയുടെയും R1ന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും, ഇത് ടോട്ടൽ 180 ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ കിട്ടാൻ എന്ത് ചെയ്യുക, 180 60 കുറയ്ക്കുക. അതായത് എന്തെന്നാവും, സൈൻ 120 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ടി ബൈ ആദ്യം R1ഉം തമ്മിലുള്ള ആംഗിൾ ഇവിടം വരെ 90 അല്ലേ, പിന്നെ ഈ 60, അതായത് എത്രയാണ്, സൈൻ 150 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെന്താണ്, R1ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, 57.735 ഡിവൈഡഡ് ബൈ ടിയും RD - 50 തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 അല്ലേ, അപ്പൊ സൈൻ 90 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടില്ലേ. ഓക്കെ, നമുക്ക് ടി ഈസ് ഈക്വൽ ടു 57.735. ഓക്കെ, ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, പിന്നെ ടി വേണ്ട. നമുക്ക് ഏതാ വേണ്ട, RD കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ RD - 50 ഇസ് ഈക്വൽ ടു എന്തെന്നാവും, 57.735 ഡിവൈഡഡ് ബൈ സൈൻ 90 ഇൻറ്റു സൈൻ 120. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതും എന്തെന്നെ വരുന്നത്, 49.99 ആണ് വരുന്നത്. ഞാൻ എന്താക്കിയിട്ട് എടുത്തു, 50 ന്യൂട്ടൺ ആക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ RDയുടെ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 + 50 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ.